നമസ്കാരം, ഡോക്ടർ സൗമ്യ സേട്ടനാണ്. 2026 ആയിട്ടുള്ള ആദ്യത്തെ ടോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒരു മെഡിക്കൽ വിഷയം എടുക്കണ്ടെന്ന് വിചാരിച്ചു അല്ലേ. 2026 തന്നെ നമുക്കൊരു അസുഖത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് തുടങ്ങണ്ട. അപ്പോൾ ഇന്ന് എന്താ സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, ഡോക്ടർ 2026 ആയിട്ട് എടുത്ത റെസൊല്യൂഷൻ എന്താണ്? അതായത് പുതുതായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ഒരു കീഴ്വഴക്കുണ്ടല്ലോ നമുക്കൊക്കെ അല്ലേ. ന്യൂ ഇയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക, എന്നിട്ട് അതൊന്നും ചെയ്യാൻ പറ്റാതെ ആ വർഷം അങ്ങോട്ട് കഴിയുക, അടുത്ത വർഷം വീണ്ടും റെസൊല്യൂഷൻ എടുക്കുക. ഞാനും ഈ പരിപാടി ചെയ്തിരുന്നു കേട്ടോ. മേ ബി ഒരു 7-8 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ന്യൂ ഇയർ ആവുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. 99% അതൊന്നും ചെയ്യാൻ പറ്റാറില്ല. കാരണം നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ പലതും ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള, അതായത് നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും. രണ്ടാമത്തേത്, അതിനുള്ള ഒരു എഫേർട്ടും നമ്മൾ ഇടാനും ഉദ്ദേശിച്ചിട്ടില്ല. ആരംഭശൂരത്വം മാത്രം. അത് കഴിയുമ്പോൾ ആ ചൂടങ്ങ് തണുക്കും, അതോടുകൂടി അതങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെയായിരുന്നു എൻ്റെയും എല്ലാവരുടെയും പോലെ തന്നെ നല്ലൊരു ശതമാനം. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കില്ല കേട്ടോ, നല്ല വിൽ പവറുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത്ര വിൽ പവറുള്ള ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനും കാലാകാലങ്ങളായിട്ട് നടന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ പരിപാടി നിർത്തി. അങ്ങനെ ഒരു റെസൊല്യൂഷൻ, ഒരു ന്യൂ ഇയർ ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഭയങ്കരമായ ഒരു വലിയ ശബ്ദം എടുക്കുക, ആ പരിപാടിയൊക്കെ നിർത്തി. പക്ഷെ എങ്കിൽ പോലും എല്ലാവർക്കും പുതുവത്സരം എന്ന് പറയുമ്പോൾ ഒരു പുതിയ വർഷമാണ്, പുതിയ പ്രതീക്ഷകളാണ്, പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ പ്രായോഗികമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് കാലം കൊണ്ട് പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും നമ്മൾ ഒരാളെ ഉപദേശിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം ഈ ഉപദേശിക്കൽ ഭയങ്കര ഈസിയാണ് അല്ലേ. എന്തൊരു എളുപ്പമാണ് ഉപദേശിക്കാൻ, നമുക്ക് എന്ത് വേണമെങ്കിൽ ഉപദേശിക്കാം. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ പണിക്ക് പോകരുത് എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നെ ടോക്കിന് വിളിക്കുന്ന ആളുകൾ ഈ പാരന്റിങ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് എന്നെ ടോക്സിന് വിളിക്കാറുണ്ട്. മോട്ടിവേഷൻ, പാരന്റിങ് ടിപ്സ്. അപ്പം ഞാൻ പറയാറുണ്ട്, നോക്കൂ, ഈ പറയുന്ന പോലെ പാരന്റിങ് ടിപ്സ് തരാൻ എല്ലാം തികഞ്ഞൊരു പാരന്റ് അല്ല ഞാൻ. പിന്നെ അത് മാത്രമല്ല, ഞാൻ എൻ്റെ മകളെ എങ്ങനെ നോക്കണം എന്നുള്ളത് എൻ്റെ മകളുടെ, കാരണം എൻ്റെ മോള് പാപ്പു എന്ന് പറയുന്നത് അവൾ യുണീക്കാണ്. അവളെപ്പോലെ വേറൊരു കുട്ടിയില്ല. അവൾക്ക് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അതൊക്കെ അറിയുന്ന ഒരു അമ്മ എന്നുള്ള രീതിയിൽ അവളെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അത് എൻ്റെ മാത്രം കാര്യമാണ്. അത് വെച്ചിട്ട് എനിക്ക് വേറൊരു കുട്ടി, നിങ്ങളുടെ കുട്ടി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ്. എല്ലാ മക്കളും അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമുണ്ട്. അപ്പോൾ ആ അച്ഛനമ്മമാരാണ്. ഞാനിപ്പോഴും ഒരു നല്ല പാരന്റ് ആണെന്ന് എനിക്ക് മാർക്ക് കൊടുക്കാറില്ല. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അബദ്ധങ്ങൾ പറ്റുന്നു, വീഴുന്നു, പിന്നെ എണീക്കുന്നു, ആ അബദ്ധങ്ങളിൽ നിന്ന് പഠിക്കുന്നു, ബെറ്റർ ആവുന്നു. അങ്ങനെ ഓരോ ദിവസവും. ഇപ്പൊ അവൾക്ക് 13 വയസ്സ് 14 വയസ്സാവാൻ പോവാണ് 2026. അപ്പൊ ഞാനും ഒരു 13 വയസ്സുള്ള അമ്മയാണ്. എനിക്കും അത്ര മെച്യൂരിറ്റിയേ ഉള്ളൂ. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്മയായിട്ടുള്ള ഞാൻ എന്ത് പാരന്റിങ് ടിപ്സ് ആണ് നാട്ടുകാർക്ക് പോയി പറഞ്ഞു കൊടുക്കുക? എനിക്ക് അങ്ങനെ പറയാല്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങളുടെ കുട്ടികളോട് ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം. ഞാൻ അത് എൻ്റെ വീട്ടിൽ പ്രാവർത്തികമാക്കണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കാറുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങളുടെ ഗാഡ്ജറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ട്, നിങ്ങളുടെ മൊബൈലൊക്കെ മാറ്റി വെച്ച് വൺസ് നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി സമയം അങ്ങോട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾ മൊബൈൽ തുടരുത്. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഞാൻ പ്രാവർത്തികമാക്കണം. ഞാനും അതുപോലെ ചെയ്യണം. ഞാനത് പറയില്ല. കാരണം എന്താ പറയുക, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഞാൻ വീട്ടിലെത്തിയാലും അത്യാവശ്യം മൊബൈൽ, ഇപ്പം ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കണം. പാപ്പുമായിട്ട് കൂടുതൽ സമയം, ഇതുവരെ സ്പെൻഡ് ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം. കാര്യം അവൾക്ക് നമ്മളെ കൂടുതൽ വേണ്ട സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രാവർത്തികമാക്കാൻ പറ്റാത്ത, നമുക്ക് എന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നാട്ടുകാർക്ക് റെസൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകരുത്. ഇപ്പം 2 ദിവസം മുമ്പ് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, ശനിയാഴ്ച. അപ്പോൾ അവരെന്നെ വിളിച്ചത് ന്യൂ ഇയർ മെസ്സേജ് കൊടുക്കാനാണ്. ഞാൻ അവിടെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഒരു ന്യൂ ഇയർ മെസ്സേജും തരാൻ പോകുന്നില്ല. കാരണം ഞാൻ ആ പരിപാടി ചെയ്യുന്ന ആളല്ല. ഞാൻ ഒരു മോട്ടിവേഷണൽ സ്പീച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ എന്താണ് ചെയ്യാറുള്ളത് എന്നുള്ളത് പറഞ്ഞുതരാം. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അതിൽ ഓൾട്ടറേഷൻസ് വരുത്തി നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ. എനിക്ക് ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്, എനിക്കിത് ഓക്കെയാണ്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കൂ, എന്നെ സംബന്ധിച്ചിട്ട് ഞാനിപ്പോൾ 2-3 വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ന്യൂ ഇയർ ആവുന്ന സമയത്ത് കഴിഞ്ഞ വർഷം, ഇപ്പോൾ ഈ 2026 ഞാൻ ചെയ്തത് 2025 ഒന്ന് റിവൈൻഡ് ചെയ്തു. 2025 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. അതിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പ് തോന്നിയത്. സൗമ്യ, നീ കൊള്ളാം, ഓക്കെ, നീ ഇത് ചെയ്തത് അടിപൊളിയായി. ഇന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, ഇനി എത്ര തന്നെ ആണെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും ഉണ്ടാവുമല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് മതിപ്പ് തോന്നിയ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ യാത്ര ചെയ്തത്, ഇത്രയും കാലമുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ യാത്ര ചെയ്തത് 2025 12 രാജ്യങ്ങൾ ഞാൻ കണ്ടു. ഒരിക്കലും ഞാൻ 2025 തുടങ്ങിയപ്പോൾ കരുതിയതല്ല ഞാൻ 12 രാജ്യങ്ങൾ കാണുന്നത്. പക്ഷേ
എനിക്ക് 12 രാജ്യങ്ങൾ അതെന്തോ ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് കാണാൻ പറ്റി. അതെൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് ഓക്കെ ഞാനൊന്നിൻ്റെ ബാക്കിൽ പാറ്റ് ചെയ്തു, ലൈക്ക് വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട്. അതൊന്ന്. രണ്ടാമത്തേത്, എനിക്കെൻ്റെ രണ്ടാമത്തെ ബുക്ക് ഞാൻ വളരെയധികം, ആദ്യത്തെ ബുക്ക് ഞാൻ വളരെ എന്തൂസിയാസത്തോടു കൂടി ഭയങ്കര എനർജിയോട് കൂടിയിട്ട് എല്ലാം ചെയ്തതാണ്. പക്ഷേ രണ്ടാമത്തെ ബുക്കായപ്പോൾ എന്തോ എനിക്കൊരു മടി വന്നു. ഞാൻ നാളെ 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 എന്ന് പറഞ്ഞു. പക്ഷേ ആഫ്റ്റർ ഓൾ ഫൈനലി ഞാൻ അതങ്ങ് തീർത്തു. ഒറ്റ മാസം കൊണ്ട് ഞാൻ ഒറ്റ ഇരിപ്പ് ഇരുന്നിട്ട്, എനിക്ക് പറ്റില്ല എന്ന് തോന്നിയതാണ്. എൻ്റെ അവസാനത്തെ ഡെഡ് ലൈൻ ഒക്കെ ഞാൻ കഴിഞ്ഞു പോയിരുന്നു. പക്ഷേ എനിക്ക് ഇക്കൊല്ലം ബുക്ക് ഇറക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സ്റ്റിൽ ഞാൻ അവസാന നിമിഷം അങ്ങ് ഒറ്റയടിക്ക് ഇരുന്ന് അതങ്ങ് തീർത്തു. ആ കാര്യത്തിൽ എനിക്ക് എന്നോട് തന്നെ നല്ല മതിപ്പുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഒരു 5-6 കാര്യങ്ങൾ എനിക്ക് നന്നായി ചെയ്തു എന്ന് ഉറപ്പുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആ കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം കൂടി അടുത്ത വർഷം ആഡ് ചെയ്യാൻ പറ്റുക. ഇപ്പം എനിക്ക് 5 കാര്യങ്ങൾ ഇങ്ങനെ എണ്ണാൻ പറ്റിയെന്നുണ്ടെങ്കിൽ 2026 എനിക്ക് 6 കാര്യം എനിക്ക് എണ്ണാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി. കാരണം 2024 ഞാൻ 2025 ചെയ്ത അത്ര കാര്യങ്ങൾ എനിക്ക് എണ്ണാനുണ്ടായിരുന്നില്ല. 2025 1-2 അതിൽ കൂട്ടാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ 2026 അതിനേക്കാൾ ഒന്നും കൂടി കൂട്ടിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. അത്രയേ ഉള്ളൂ ഞാൻ വെക്കുന്ന സംഭവങ്ങൾ. ഇനിയിപ്പോൾ അത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതൊക്കെ പ്രതീക്ഷകളല്ലേ, നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഒരു ഗോള് വേണം എപ്പോഴും. നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യം വേണം, അല്ലാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല. സോ എൻ്റെ ലക്ഷ്യം അതാണ്. ഇപ്പം ഞാൻ എൻ്റെ റിവൈൻഡിൽ എനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റിയ ഒരു 5 കാര്യങ്ങളുണ്ട്. അതിനേക്കാൾ ഒരു കാര്യം കൂടി എക്സ്ട്രാ 2026. ഫോർ എക്സാമ്പിൾ 12 രാജ്യം എന്നുള്ളത് എനിക്ക് 13 രാജ്യം സഞ്ചരിക്കാൻ പറ്റിയാൽ ഐ വിൽ ബി മോർ ദാൻ ഹാപ്പി. അത്രയേ ഉള്ളൂ. ഇനി പറ്റിയിട്ടില്ലെങ്കിലും സാരമില്ല. ഒരു രാജ്യമെങ്കിലും 2026 പുതുതായിട്ട് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അത്രയേ ഉള്ളൂ എൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എൻ്റെ എയിം കേട്ടോ. പക്ഷെ ഞാൻ 13 എന്നുള്ളത് ഞാൻ എയിം ചെയ്യും. കാരണം ഞാൻ 2025 12 രാജ്യം കണ്ടു. അപ്പോൾ 13 വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. അറ്റ്ലീസ്റ്റ് അങ്ങോട്ട് എത്താനെങ്കിലും നമുക്ക് ശ്രമിക്കാമല്ലോ. അപ്പം നമ്മൾ ഒരു രാജ്യമെങ്കിലും പുതുത് കാണും. അപ്പം അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ന്യൂ ഇയർ. എൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഞാൻ ഒരിക്കലും പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത വലിയ ഗടാഗടിയൻ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ മോഹങ്ങളൊന്നും മുന്നോട്ട് വെക്കാറില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു പടി കൂടി, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എനിക്ക് വെക്കാൻ പറ്റണമെന്നേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ. ചീത്ത കാര്യങ്ങൾ ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത് മാക്സിമം നെഗറ്റീവ്, എനിക്കിഷ്ടംപോലെ നെഗറ്റീവ് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ 2025. അപ്പോൾ ആ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് കുറയ്ക്കാൻ പറ്റിയാൽ, അതിൽ നിന്ന് ഒരു ലേശം, ഒരു പടി പുറകോട്ടും നല്ല കാര്യങ്ങളിൽ ഒരു പടി മുന്നോട്ടും, അങ്ങനെ ഓരോ വർഷവും നമ്മൾ പോകുമ്പോൾ നമ്മൾ നെഗറ്റീവിൽ നിന്ന് വളരെ പുറകിലോട്ടും പോസിറ്റീവിൽ വളരെ മുന്നോട്ടും പോകും. അങ്ങനെയല്ലേ നമ്മൾ നല്ല പാതയിലൂടെ മുന്നോട്ട് നടക്കാനും നമ്മൾ പോയ തെറ്റായ പാതയിൽ നിന്ന് പുറകോട്ട് വരാനും ശ്രമിക്കുക. സിമ്പിൾ. അത്രയേ വേണ്ടൂ. അല്ലാതെ വലിയ 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 എടുത്താൽ പൊങ്ങാത്ത റെസൊല്യൂഷൻസും ശബ്ദങ്ങളും ഒന്നും എടുക്കാൻ എനിക്ക് അത്രത്തോളം വിൽ പവർ ഇല്ലാതെ. അപ്പോൾ അതുള്ളവർക്ക് ഓക്കെ, ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയൊക്കെ നല്ല നല്ല ശബ്ദങ്ങൾ എടുത്തിട്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നവർക്ക് ഗോ ഹെഡ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എൻ്റെ നെഗറ്റീവ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. വലിയ വിൽ പവർ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നത്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഏറ്റിയാൽ പൊങ്ങുന്നത്. അപ്പോൾ ആ രീതിയിലാണ് എൻ്റെ 2026 ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക് 2026 എന്തൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചീത്ത കാര്യങ്ങൾ, വാട്ട് എവർ. പിന്നെ ഒരിക്കലും ഞാൻ ചീത്ത കാര്യങ്ങൾ വരരുതേന്ന് ആഗ്രഹിക്കാറില്ല. അതായത് 2025 എനിക്ക് കുറേ ചീത്ത കാര്യങ്ങൾ പറ്റി, 2026 എല്ലാം പോസിറ്റീവ് ആവണേ, ഒരു നെഗറ്റീവ് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നേ. ജീവിതമാകുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നതോറും നെഗറ്റീവ്സും അല്ലെങ്കിൽ ക്രൈസിസുകളും നമ്മുടെ സംഘർഷങ്ങളും നമ്മൾ പെടുന്ന പ്രശ്നങ്ങളും ഒക്കെ കൂടുകയുള്ളൂ. അപ്പോൾ അതിൽ ഒരിക്കലും നമ്മൾ കുറയണേന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കാറുള്ള ഒരു കാര്യം, കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ നെഗറ്റീവ് ക്രൈസിസുകൾ നേരിട്ടതിനേക്കാൾ ബെറ്ററായിട്ട് എനിക്ക് 2026 നേരിടാനുള്ള ഒരു മനോധൈര്യവും ഒരു ആർജവവും എൻ്റെ വ്യക്തിത്വത്തിൽ അതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എലമെന്റ്സും ഉണ്ടാവണം. അതായത് കഴിഞ്ഞ തവണതിനേക്കാൾ നന്നായിട്ട് ശക്തിയോടുകൂടി, ധൈര്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, ചങ്കൂറ്റത്തോടുകൂടി എന്ത് പ്രശ്നം വന്നാലും, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നാലും അത് നേരിടാൻ ഞാൻ റെഡി ആവണമെന്നാണ് ഞാൻ ഓരോ വർഷവും. കാരണം അത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ് അല്ലേ. പ്രശ്നങ്ങൾ വരുമോ വരില്ല എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമില്ല, അത് വരും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്താണ്, നമ്മളതിനെ നേരിടാൻ എത്രത്തോളം റെഡിയാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ന്യൂ ഇയർ, ഇനി വേണമെങ്കിൽ റെസൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നല്ല കാര്യം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നല്ല ഒരു റെസൊല്യൂഷൻ എടുത്തിരിക്കുന്നത് അതുമായിട്ട് നല്ല അടിപൊളിയായി മുന്നോട്ട് പോവുക. എഫേർട്ട് ഇടണം, അല്ലാതെ റെസൊല്യൂഷൻ കൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി 2026 ആശംസിക്കുകയാണ്. എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. ബൈ.